നമസ്കാരം, മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ഇരിങ്ങാലക്കുടയിൽ പരിചയം നടിച്ച് വയോധികയെ ഓട്ടോറിക്ഷയിൽ കയറ്റിയ 2 സ്ത്രീകൾ ചേർന്ന് വയോധികയുടെ സ്വർണ്ണമാല കവർന്നതായി പരാതി. സെന്ററിൽ വെച്ച് നാട്ടിക സ്വദേശിയായ നമ്പേട്ടി വീട്ടിൽ 56 വയസ്സുള്ള രാധാകൃഷ്ണൻ എന്നയാളെ മാരകായുധമായ ഇരുമ്പുവടി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ താന്യം ചക്കമരത്ത് വീട്ടിൽ 26 വയസ്സുള്ള റോഷനെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന ദേവാലയത്തിൽ പെസഹ വ്യാഴത്തോടനുബന്ധിച്ച് പെസഹ സായാഹ്നം ആചരിച്ചു. ഫൊറോന വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. ഇരിങ്ങാലക്കുടയിൽ പരിചയം നടിച്ച് വയോധികയെ ഓട്ടോറിക്ഷയിൽ കയറ്റിയ 2 സ്ത്രീകൾ ചേർന്ന് വയോധികയുടെ സ്വർണ്ണമാല കവർന്നതായി പരാതി. മുരിയാട് പാറേക്കാട്ടുകര സ്വദേശിയായ വയോധികയുടെ 2.5 പവൻ വരുന്ന സ്വർണ്ണമാലയാണ് 2 സ്ത്രീകൾ ചേർന്ന് കവർന്നതായി ഇരിങ്ങാലക്കുട പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. ഏപ്രിൽ 15 ഉച്ചയ്ക്ക് 1 സംഭവം. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ എത്തിയതായിരുന്നു വയോധിക. ഡോക്ടറെ കണ്ട ശേഷം തിരികെ വീട്ടിലേക്ക് മടങ്ങാൻ ആശുപത്രിക്ക് മുൻപിൽ ബസ് കാത്തു നിൽക്കുന്നതിനിടെ പരിചയപ്പെട്ട 30-40 വയസ്സ് പ്രായം തോന്നിക്കുന്ന 2 സ്ത്രീകൾ പോകും വഴി വീട്ടിൽ ഇറക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് സമീപത്തെ ഓട്ടോറിക്ഷ പേട്ടയിൽ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ചു വരുത്തി വയോധികയെ ഇരുവരുടെയും മധ്യത്തിലിരുത്തി മുരിയാട് ഭാഗത്തേക്ക് പോയി. മുരിയാട് കശുവണ്ടി ഫാക്ടറി പരിസരത്ത് എത്തിയപ്പോൾ ഓട്ടോറിക്ഷയിൽ ഇന്ധനം കുറവാണെന്ന് ഡ്രൈവർ പറഞ്ഞതോടെ ഇവർ മറ്റൊരു ഓട്ടോറിക്ഷയിൽ കയറി പാറേക്കാട്ടുകരയിലേക്ക് പോയി. ഇവിടെ വെച്ച് ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങിയ ശേഷമാണ് മാല നഷ്ടപ്പെട്ടതായി വയോധിക കണ്ടത്. തുടർന്ന് ഇരിങ്ങാലക്കുട പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തുടർന്ന് പോലീസ് ഠാണാവിലെ ഓട്ടോറിക്ഷ പേട്ടയിൽ നിന്ന് സ്ത്രീകൾ വിളിച്ച ഓട്ടോറിക്ഷ ഡ്രൈവറെയും മുരിയാടുള്ള ഓട്ടോറിക്ഷ ഡ്രൈവറെയും കണ്ടെത്തി ചോദ്യം ചെയ്തു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പ്രതികൾക്കായുള്ള അന്വേഷണം തുടങ്ങി. തൃപ്രയാർ സെന്ററിൽ വെച്ച് നാട്ടിക സ്വദേശിയായ നമ്പേട്ടി വീട്ടിൽ 56 വയസ്സുള്ള രാധാകൃഷ്ണൻ എന്നയാളെ മാരകായുധമായ ഇരുമ്പുവടി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു. താന്യം ചക്കമലത്ത് വീട്ടിൽ 26 വയസ്സുള്ള റോഷനെയാണ് വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ രമേശ് MKയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. രാധാകൃഷ്ണനും സുഹൃത്തായ തൃപ്രയാർ സ്വദേശി ആറുകെട്ടി വീട്ടിൽ ഷിബു എന്നയാളും രാധാകൃഷ്ണനെ ആക്രമിച്ച സായിരാജ് എന്നയാളും തമ്മിൽ 2 മാസം മുമ്പ് അടിപിടി ഉണ്ടായതിന് വലപ്പാട് പോലീസ് സ്റ്റേഷൻ കേസെടുത്തിരുന്നു. ആ സംഭവത്തിന്റെ വൈരാഗ്യത്താലാണ് റോഷനും സായിരാജും മറ്റ് 2 പേരും ചേർന്ന് ഏപ്രിൽ 15 രാവിലെ 9:40 രാധാകൃഷ്ണൻ തൃപ്രയാറിൽ സെന്ററിൽ ഇരിക്കുന്ന സമയം 2 ബൈക്കുകളിലായി വരികയും രാധാകൃഷ്ണനെ ഇരുമ്പുവടി കൊണ്ടും കൊന്നവടി കൊണ്ടും ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ഇരുമ്പുവടി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയുമായിരുന്നു. അവിടെയുണ്ടായിരുന്ന രാധാകൃഷ്ണന്റെയും ഷിബുവിന്റെയും ബൈക്കുകളും ഇവർ തല്ലി തകർത്തു. സംഭവം കണ്ട് ഷിബുവും മറ്റ് സുഹൃത്തുക്കളും രാധാകൃഷ്ണന്റെ അടുത്തേക്ക് വരുമ്പോഴേക്കും ഇവർ ബൈക്കിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. രാധാകൃഷ്ണനെ കാറിൽ കയറ്റി ആശുപത്രിയിലേക്ക് അയച്ചതിന് ശേഷം ഷിബു വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ വന്ന് പരാതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്ത് കേസെടുത്ത് അന്വേഷണം നടത്തി വരികയാണ് റോഷനെ താന്യത്ത് നിന്നും പിടികൂടിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. റോഷന് അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ കഞ്ചാവ് വിൽപ്പന നടത്തിയതിനും കൈവശം സൂക്ഷിച്ചതിനും 1 കേസും കഞ്ചാവ് ബീഡി ഉപയോഗിച്ചതിന് 2 കേസുകളുമുണ്ട്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ രമേശ് MK, സബ് ഇൻസ്പെക്ടർമാരായ എബിൻ CN, സദാശിവൻ PG, ASI ഭരതനുണ്ണി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സോഷി, സുനിഷ് കുമാർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന ദേവാലയത്തിൽ പെസഹ വ്യാഴത്തോടനുബന്ധിച്ച് പെസഹ സായാഹ്നം ആചരിച്ചു. ഫൊറോന വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ ഉദ്ഘാടനം ചെയ്തു. പഴുവിൽ സെന്റ് ആന്റണീസ് മിഷൻ ഹോസ്പിറ്റലിലെ ഡോക്ടർ സിസ്റ്റർ മെർലി പെസഹ സായാഹ്ന പരിപാടികൾക്ക് നേതൃത്വം നൽകി. ചടങ്ങിൽ യേശുവിന്റെ പീഡാനുഭവ വഴികളെക്കുറിച്ച് വിശദീകരിച്ചു. ദുഃഖവെള്ളിയോടനുബന്ധിച്ച് പ്രത്യേക പ്രാർത്ഥനകളും പാട്ടുകളും സായാഹ്ന പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരുന്നു.
പഴുവിൽ ആൻഡോ ഭവൻ, സെന്റ് ആന്റണീസ് കോൺവെന്റുകളിലെ സിസ്റ്റേഴ്സ് ഒരുക്കിയ നൃത്യങ്ങൾ സായാഹ്ന പരിപാടിക്ക് മാറ്റുകൂട്ടി. കഴിമ്പ്രം ജനകീയ സൗഹൃദവേദിയുടെ നേതൃത്വത്തിൽ 24ാമത് രാമു കാര്യാട്ട് അവാർഡുകൾ വിതരണം ചെയ്തു. ഗോകുലം ഗോപാലൻ അവാർഡ് ദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കഴിമ്പ്രം ബീച്ച് ഫെസ്റ്റിവൽ വേദിയിൽ വെച്ച് നടന്ന ചടങ്ങുകൾക്ക് സൗഹൃദവേദി ചെയർമാൻ ശോഭ സുബിൻ അധ്യക്ഷത വഹിച്ചു. മെഡിമിക്സ് ഫൗണ്ടർ VP സിദ്ധന്റെ പേരിൽ ഏർപ്പെടുത്തിയ മികച്ച നാടകത്തിനുള്ള അവാർഡും 50,000 രൂപയും പ്രശസ്തി പത്രവും സാഹിത്യ തിയേറ്റേഴ്സിന്റെ മുച്ചീട്ടു കളിക്കാരന്റെ മകൾ എന്ന നാടകത്തിന് സമ്മാനിച്ചു. മികച്ച സംവിധായകൻ ബ്ലസ്സി, പാൻ ഇന്ത്യൻ താരമായി തിരഞ്ഞെടുത്ത ഉണ്ണി മുകുന്ദൻ, മികച്ച നടൻ ആസിഫ് അലി, മികച്ച നടി അപർണ ബാലമുരളി, സിനിമാറ്റിക് ബ്രില്യൻസ് അവാർഡ് ജോജു ജോർജ് എന്നിവർ അവാർഡുകൾ ഏറ്റുവാങ്ങി. സുരഭി ലക്ഷ്മി, മോക്ഷ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, വിനയ് ഫോർട്ട്, ഡയാന, രാജേഷ് മാധവൻ, ആൻസൺ പോൾ, അഭിമന്യു തിലകൻ, ഇഷാൻ, ഷരീഫ് മുഹമ്മദ്, ശ്രുതി രാമചന്ദ്രൻ, ചിന്നു ചാന്ദിനി, മാല പാർവതി, ചിത്ര നായർ തുടങ്ങി 65-ൽ പരം കലാകാരന്മാർ ഈ വർഷത്തെ അവാർഡുകൾ ഏറ്റുവാങ്ങി. വ്യവസായ പ്രമുഖരായ മനോജ് കുമാർ, ജോൺ ആലുക്ക, ജീസ് ലാസർ, ഡോക്ടർ VJ റോസമ്മ, ഹംസ കൊടംപുള്ളി, ഷിനു ക്ലയർ മാത്യൂസ്, ഷമിൽ മോഹൻദാസ്, അർജുൻ നായർ മൂപ്പിൽ, മാത്യൂസ് കാട്ടൂക്കാരൻ, അനു താജ്, സതീഷ് തണ്ടാശ്ശേരി, സുധീഷ്, വാമനൻ നെടിയിരിപ്പിൽ, വിനോദ് നെടിയിരിപ്പിൽ എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു. മെഡിമിക്സ് MD AV അനൂപ്, സാഹിത്യ തിയേറ്റേഴ്സ് ചെയർമാൻ CR മഹേഷ്, ഷൈൻ നെടിയിരിപ്പിൽ, ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത്, മധു കുന്നത്ത്, സൗമ്യൻ നെടിയിരിപ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മ്യൂസിക്, ഡാൻസ് പെർഫോമൻസ് തുടങ്ങിയ കലാപരിപാടികളും നടന്നു. തോളൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 2024-25 വർഷത്തിൽ 100 തൊഴിൽ ദിനങ്ങൾ ലഭിച്ച തൊഴിലാളികളെ ആദരിച്ചു. തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി അധ്യക്ഷത വഹിച്ചു. 100 തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കിയ 324 തൊഴിലാളികളെയും 60 വയസ്സ് കഴിഞ്ഞ തൊഴിലാളികളെയും ചടങ്ങിൽ മെമന്റോ നൽകി ആദരിച്ചു. തോളൂർ പഞ്ചായത്തിൽ ആക്റ്റീവായ 452 തൊഴിലാളികളിൽ 324 തൊഴിലാളികളാണ് 100 തൊഴിൽ ദിനം എന്ന നേട്ടം കരസ്ഥമാക്കിയത്. ചടങ്ങിൽ ജില്ലയിലെ അങ്കണവാടികളിൽ പുതുതലമുറയ്ക്ക് വായിച്ചു വളരുവാൻ ലൈബ്രറികൾ സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ജില്ലാ ഭരണകൂടത്തിന്റെ വായിക്കാം പദ്ധതിയിലേക്ക് പുസ്തക ശേഖരം സമ്മാനിച്ചു. ജനപ്രതിനിധികളായ ഷീന വിൽസൺ, സരസമ്മ സുബ്രഹ്മണ്യൻ, AP പ്രജീഷ്, KG പോൾസൺ, VK രഘുനാഥൻ, ആനി ജോസ്, CA സന്തോഷ്, VS ശിവരാമൻ, VP അരവിന്ദാക്ഷൻ, ശൈലജ ബാബു, ഷീന തോമസ്, KR സൈമൺ, അഡ്വക്കേറ്റ് ലൈജു C എടക്കളത്തൂർ, സെക്രട്ടറി അനൂപ് കുമാർ, അസിസ്റ്റന്റ് സെക്രട്ടറി ബിന്ദു ഫ്രാൻസിസ്, തൊഴിലുറപ്പ് എഞ്ചിനീയർ മുഹ്സിൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് എല്ലാ വാർഡിൽ നിന്നുള്ള മേറ്റുമാരുടെ നേതൃത്വത്തിൽ കലാപരിപാടികൾ നടന്നു. തൃശൂർ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗൻവാടികളെ കേന്ദ്രീകരിച്ച് പബ്ലിക് ലൈബ്രറികൾ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച വായിക്കാം പദ്ധതിയുടെ ഭാഗമായുള്ള ബുക്കത്തോണിലേക്ക് വരന്തരപ്പള്ളി പള്ളിക്കുന്ന് അസംഷൻ ഹൈസ്കൂളിലെ 1999 SSLC ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ പുസ്തക ശേഖരം കൈമാറി. പൂർവ്വ വിദ്യാർത്ഥി സംഘം 160ഓളം വരുന്ന പുസ്തകങ്ങളാണ് കളക്ടർക്ക് നേരിട്ട് കൈമാറിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കളക്ടറേറ്റ് ജീവനക്കാരിൽ നിന്നും സിവിൽ സ്റ്റേഷനിലെ വിവിധ വകുപ്പുകളിലെ ജീവനക്കാരിൽ നിന്നും മികച്ച പ്രതികരണമാണ് വായിക്കാം ബുക്കത്തോണിന് ലഭിച്ചിട്ടുള്ളത്. കുട്ടികൾ, മുതിർന്നവർ, വയോജനങ്ങൾ എന്നിങ്ങനെ സമൂഹത്തിലെ എല്ലാ തലമുറയിൽപ്പെട്ടവരിലും വായനാശീലം വളർത്തിയെടുത്ത് വായനയെ ലഹരിയാക്കി മാറ്റുന്നതിനായി ഈ ഉദ്യമത്തിന് സാധിക്കട്ടെ എന്ന് കളക്ടർ അറിയിച്ചു. ചാത്തക്കുടം ക്ഷേത്രത്തിൽ എല്ലാ മലയാള മാസവും 30 ശനിയാഴ്ചകളിൽ നടന്നുവരുന്ന എണ്ണ അഭിഷേകം ഈ മാസം ഏപ്രിൽ 19 ശനിയാഴ്ച നടക്കും. രാവിലെ 5:30 നിർമ്മാല്യത്തിനു ശേഷം വിശേഷാൽ എണ്ണ അഭിഷേകം നടക്കും.
തുടർന്ന് അഭിഷേകം ചെയ്ത എണ്ണ ഭക്തർക്ക് വിതരണം ചെയ്യും. വാതരോഗ നിവാരണത്തിന് എണ്ണ അഭിഷേകം പ്രാധാന്യമുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചാത്തക്കുടം ക്ഷേത്രം. എണ്ണ അഭിഷേകം തുടങ്ങിയ മറ്റു വഴിപാടുകൾക്കും 7510335302 9495005302 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. വെങ്ങണിശ്ശേരി ഐക്കുന്ന് പാണ്ഡവഗിരി ദേവി ക്ഷേത്രത്തിലെ ദ്രൗപദി ദിനം ഏപ്രിൽ 29 ചൊവ്വാഴ്ച നടക്കും. ദേവിയുടെ പഞ്ചലോഹ വിഗ്രഹത്തോടുകൂടിയ ഭക്തമഹിളകൾ വലിക്കുന്ന പാണ്ഡവഗിരി രഥഘോഷയാത്ര രാവിലെ 8 മണിക്ക് ക്ഷേത്രത്തിന്റെ തെക്കേ നടയിൽ നിന്ന് ആരംഭിക്കും. നാമസങ്കീർത്തനത്തിന്റെയും നാഗസ്വരത്തിന്റെയും അകമ്പടിയോടെ പാണ്ഡവഗിരി രഥഘോഷയാത്ര ഗിരിപ്രദക്ഷിണത്തിനു ശേഷം 10 മണിയോടെ ക്ഷേത്രത്തിൽ എത്തിച്ചേരും. തുടർന്ന് വർഷത്തിൽ ഒരിക്കൽ മാത്രം നടത്തുന്ന വാർഷിക സമൂഹ ഉദയാസ്തമന പൂജ നടക്കും. തുടർന്ന് വൈകിട്ട് തിരുവാതിരക്കളി, കുട്ടികളുടെ ഭക്തിരസപ്രധാനങ്ങളായ നൃത്തനൃത്യങ്ങൾ എന്നിവ അരങ്ങേറും. കൂടുതൽ വിവരങ്ങൾക്ക് 0482277702 9746277702 9961790410 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 8945 രൂപ, പവന് 71,560 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ഇരിങ്ങാലക്കുടയിൽ പരിചയം നടിച്ച് വയോധികയെ ഓട്ടോറിക്ഷയിൽ കയറ്റിയ 2 സ്ത്രീകൾ ചേർന്ന് വയോധികയുടെ സ്വർണ്ണമാല കവർന്നതായി പരാതി. തൃപ്രയാർ സെന്ററിൽ വെച്ച് നാട്ടിക സ്വദേശിയായ നമ്പേട്ട് വീട്ടിൽ 56 വയസ്സുള്ള രാധാകൃഷ്ണൻ എന്നയാളെ മാരകായുധമായ ഇരുമ്പുവടി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ താന്യം ചക്കമരത്ത് വീട്ടിൽ 26 വയസ്സുള്ള റോഷനെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന ദേവാലയത്തിൽ പെസഹ വ്യാഴത്തോടനുബന്ധിച്ച് പെസഹ സായാഹ്നം ആചരിച്ചു. ഫൊറോന വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.